നല്ല രുചിയും മണമൊക്കെ ഉള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രുചിയുള്ള ഒരു രസമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഇടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇടികല്ലിലാണ് ഇതെല്ലാം ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ നിറച്ചും കുരുമുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇടിച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട കേട്ടോ, കുറച്ചൊരു തരി പോലെ വേണം ഇടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് 12 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് തൊലിയോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്താൽ മതിയാവും. അപ്പോൾ തൊലിയോട് കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർക്കാൻ നോക്കാം. പിന്നെ 2 പച്ചമുളക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് ഇടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റായി പോരുത്, ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ വേണം ഇടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ വാളംപുളി എടുക്കുന്നുണ്ട്. അപ്പോൾ വാളംപുളി ഇത്രയും വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് 1 മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം. നല്ലപോലെ ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരണം. അതുപോലെ നമ്മൾ ഞരടിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയിലെ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ഇടിച്ച് വെച്ചില്ലേ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കലക്കി വെച്ച തക്കാളിയുടെയും പുളിയുടെയൊക്കെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു 1/4 കപ്പ് വരെ വെള്ളം ഒഴിക്കാവുന്നതാണ്. പക്ഷേ 1 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. പെരുങ്കായപ്പൊടി സാമ്പാറിലൊക്കെ ചേർക്കുന്ന പൊടിയാണ്. 1 നുള്ളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കേ വേണ്ടൂ, തിളപ്പിക്കരുത്. ഇപ്പോൾ രസം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ രസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുള്ള ചെറുതായിട്ടൊരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നടുക്കൊരു പത പോലെ കാണുന്നുണ്ട്. അപ്പോൾ ചുറ്റും ഒന്നും തിളച്ച് വന്നിട്ടില്ല, നടുക്കാണ് ഇതുപോലെ ഒരു പത പോലെ കാണുന്നത്. ഇതുപോലെ കണ്ടതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ടൊരു തിളയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൽ കൂടുതൽ സമയത്ത് നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും മണമൊക്കെ ഉള്ള രസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.